ആയുധങ്ങളില്ലാതെ ഹമാസിനെ നിരായുധരാക്കി നെതന്യാഹുവിന്റെ വിജയം. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതിക്കൊടുവിൽ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്നത് അടക്കമുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രതിരോധ സേന നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പ് തള്ളിയാണ് നെതന്യാഹുവിന്റെ നിർദ്ദേശത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പ്രസ്താവനയിൽ കീഴടക്കുന്നത് ഗാസ സിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. മുൻപ് ഗാസ മുഴുവൻ ഏറ്റെടുക്കുമെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞിരുന്നത്. ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേൽ ആവശ്യപ്പെടുന്ന 5 തത്വങ്ങളുടെ ഒരു ലിസ്റ്റ് ഭൂരിപക്ഷം മന്ത്രിസഭാംഗങ്ങളും പിന്തുണച്ചതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. ആ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? 1. ഹമാസിന്റെ നിരായുധീകരണം. ജീവനോടെ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന 20 പേർ ഉൾപ്പെടെ ശേഷിക്കുന്ന 50 ബന്ദികളെയും തിരികെ കൊണ്ടുവരൽ ആണ് 2. ഗാസ മുനമ്പിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കൽ 3. ഗാസ മുനമ്പിന്മേൽ ഇസ്രായേലിന്റെ സുരക്ഷാ നിയന്ത്രണം 4. ഹമാസോ പലസ്തീനിയൻ അതോറിറ്റിയോ അല്ലാത്ത ഒരു ബദൽ ഭരണകൂടം തുടങ്ങിയ 5 ആവശ്യങ്ങളാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ പ്രസ്താവനയിൽ ബദൽ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഗാസ മുനമ്പ് പിടിച്ചടക്കുന്നത് ഒരു മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാണ് അധിനിവേശം ഗാസ സിറ്റി എന്നതിലേക്ക് മാത്രമായി ഇസ്രായേൽ തീരുമാനിച്ചത് എന്നും സൂചനകളുണ്ട്. ഗാസയുടെ 75% ഭാഗങ്ങളും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലാണ്. അവശേഷിക്കുന്ന 25%-ത്തിൽ മധ്യ ഗാസയിലെ നിരവധി അഭയാർത്ഥി ക്യാമ്പുകളും ഗാസ സിറ്റിയും ഉൾപ്പെടും. അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നത് അപകടകരമാണ് എന്ന മുന്നറിയിപ്പാണ് സൈന്യം നൽകിയിരിക്കുന്നത്. എന്നാൽ സമ്പൂർണ്ണ പിടിച്ചെടുക്കൽ ഘട്ടം ഘട്ടമായിരിക്കും എന്നതിന്റെ സൂചനയാണ് ആദ്യം ഗാസ സിറ്റി കീഴടക്കാനുള്ള നീക്കത്തിന് പിന്നിൽ. ഏകദേശം 8 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിപ്പിക്കലിന് സൈനിക നടപടിക്ക് ആവശ്യം വന്നേക്കാം. അതേസമയം ഗാസയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുമെങ്കിലും അവിടെ ഭരിക്കാൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം കൂടി വ്യക്തമാക്കിയിരുന്നു. ഹമാസിനെ നശിപ്പിക്കുന്നതിനായി ഗാസ മുനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുകയും ഒടുവിൽ ഭരണം സൗഹൃദ രാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾക്ക് കൈമാറുകയും ചെയ്യും എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഗാസയിൽ സൈനിക നടപടി വിപുലീകരിക്കാനുള്ള ഇസ്രായേൽ ശ്രമത്തെ ഹമാസ് അപലപിച്ചിട്ടുണ്ട്. വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി നെതന്യാഹു ബന്ദികളെ ബലിയാടാക്കുകയാണ് എന്നും ആരോപിച്ചു. ഓഗസ്റ്റ് 7-ന് രാത്രി മുഴുവൻ നീണ്ടുനിന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിലാണ് ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത്. ഇതിന് മുന്നോടിയായി നെതന്യാഹു തന്റെ ദീർഘകാല ലക്ഷ്യം വ്യക്തമാക്കുകയുണ്ടായി. ആദ്യം ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഇസ്രായേൽ ഏറ്റെടുക്കും. പിന്നീട് ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സേനകൾക്ക് ഭരണം കൈമാറും എന്നതാണ് ഈ പദ്ധതി. ഈ നീക്കം ഗാസയിലെ ഹമാസ് ഭരണം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. ഇസ്രായേലിന്റെ ഈ പദ്ധതിക്കെതിരെ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ശക്തമായ എതിർപ്പുകൾ നേരിടുന്നുണ്ട്. ഇസ്രായേലിന്റെ ഉന്നത ജനറൽ ഈ പദ്ധതിക്കെതിരെ സംശയം പ്രകടിപ്പിച്ചതായി ഒരു റിപ്പോർട്ടുണ്ട്. ഹമാസിന്റെ പിടിയിലുള്ള 20ഓളം ബന്ദികളുടെ ജീവൻ ഈ നീക്കം അപകടത്തിലാക്കും എന്നും കഴിഞ്ഞ 2 വർഷമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് ഇത് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ബന്ദികളുടെ കുടുംബങ്ങളും ഈ നീക്കത്തെ എതിർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയെക്കുറിച്ച് അവർക്ക് വലിയ ആശങ്കയാണുള്ളത്. നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഗാസ ഭരിക്കാൻ രൂപീകരിക്കുന്ന ഏതൊരു സേനയും ഒരു അധിനിവേശ സേനയായി കണക്കാക്കും എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലുമായി ബന്ധമുള്ള ഏതൊരു ഭരണകൂടത്തിനും പലസ്തീനികൾക്കിടയിൽ വിശ്വാസം നേടാൻ സാധിക്കില്ല എന്നും ഇത് കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമെന്നും അവർ വാദിക്കുന്നു. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തോട് ഒരു പ്രധാന അറബ് അയൽക്കാരനായ ജോർദാൻ വ്യക്തമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. പലസ്തീനികൾ സമ്മതിക്കുന്നതും തീരുമാനിക്കുന്നതും മാത്രമേ അറബികൾ പിന്തുണയ്ക്കൂ എന്ന് ജോർദാനിയൻ ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇത് അറബ് ലോകം ഈ വിഷയത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നില്ല എന്നതിന്റെ സൂചനയാണ്. പലസ്തീൻ ജനതയുടെ താല്പര്യങ്ങൾ അവഗണിച്ചുള്ള ഒരു നീക്കവും അറബ് രാജ്യങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാം. ഹമാസ് ബന്ദികളുടെ കുടുംബങ്ങൾ, ഇസ്രായേലിന്റെ സൈനിക നേതൃത്വം, അറബ് രാജ്യങ്ങൾ എന്നിവരുടെ എതിർപ്പുകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യം പരിഗണിച്ച് നെതന്യാഹുവിന്റെ പദ്ധതികൾ നടപ്പാക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഈ നീക്കം ഗാസ വീണ്ടും ഒരു അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടും എന്ന സൂചന. ഇത് മേഖലയിൽ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.